ഒരാൾക്ക് 3 മക്കളുണ്ടാവുകയും അതിൽ ആർക്കും മുഹമ്മദ് എന്ന് പേരിടാതിരിക്കുകയും ചെയ്താൽ അവൻ എന്നെ കാണാൻ ശ്രമിക്കരുത് എന്ന് വാരിതായിട്ടുണ്ട്. ഒരാൾക്ക് 3 ആൺകുട്ടികളുണ്ടായി, ഒരാൾക്കും മുഹമ്മദ് എന്ന് പേരിട്ടിട്ടില്ലെങ്കിൽ നാളെ മഹ്ശറിൽ അവൻ എന്നെ കാണാൻ ശ്രമിക്കരുത്. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന തളികയിൽ ഒരാളുടെ പേര് മുഹമ്മദ് എന്നാണെങ്കിൽ ആ ഭക്ഷണ തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ബറക്കത്തുണ്ടാകുമെന്ന് അഷ്റഫുൽ ഹൽഖ് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈമാൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കണം. പെരപ്പണി കഴിഞ്ഞിട്ട്, വീട് പണി കഴിഞ്ഞിട്ട്, കുടിയിരിക്കൽ തീരുമാനിച്ചിട്ട്, കുടിയിരിക്കലിൻ്റെ മുന്നേ അങ്ങാടി പോയിട്ട് 350 ഉറുപ്പ്യ കൊടുത്തിട്ട് നല്ല റോസാപ്പൂവിൻ്റെ ചെടി 3 കൊടുത്തിട്ട് അതിങ്ങനെ കുഴിച്ചിടുമ്പോൾ മൂത്ത മോൻ വന്നിട്ട് ചോദിച്ചു, വാപ്പാ കുടിയിരിക്കലിന് വരുമ്പോൾ എല്ലാവരും ചവിട്ടി കേടെടുത്തൂലേ, കുടിയിരിക്കൽ കഴിഞ്ഞിട്ട് പോരേന്ന് ചോദിച്ചപ്പോൾ വാപ്പ പറഞ്ഞു, മോനെ കുടിയിരിക്കണതിൻ്റെ മുമ്പ് 3 റോസാക്കൊമ്പ് ഇവിടെ നിന്നോട്ടെ, മുത്തുനബിയുടെ ശരീരത്തിന് റോസാപ്പൂവിൻ്റെ മണമാണ് ഉണ്ടായിരുന്നതെന്ന് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റിയാൽ അതാണ് മുഹമ്മദ് നബിയുമായിട്ടുള്ള ബന്ധം. അത് നമ്മളെല്ലാ ജീവിതത്തിലും കാണണം. അപ്പോൾ മക്കളുടെ ഈമാൻ ഉറച്ചിക്കും. ഈമാൻ ഉറപ്പിക്കാൻ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, മുഹമ്മദ് നബിയോടുള്ള താല്പര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് മക്കൾക്ക് കൊടുക്കേണ്ട സംരക്ഷണം ഇൽമിൻ്റെ സംരക്ഷണമാണ്. വിവരം സംരക്ഷിക്കപ്പെടണം. വിവരം ഉണ്ടായാൽ പോരാ, വിവരം സംരക്ഷിക്കപ്പെടണം. കേടരിനെ മുഴുവൻ ആൾക്കാരും പരിശോധിച്ചോളി, വിവരമുള്ള ഒരാളോ പത്രം എടുത്തിങ്ങനെ നോക്കിയാൽ മതി. കുരുത്തക്കേട് കാട്ടുന്നതൊക്കെ ആരാണ്? വിവരമില്ലാത്തവരല്ല, ഒക്കെ വിവരമുള്ളവരാ. എന്താ കാരണം? വിവരം സംരക്ഷിക്കപ്പെട്ടില്ല എന്നതാണ് കാരണം. എപ്പോഴാണ് ഇൽമ് സംരക്ഷിക്കപ്പെടാതിരിക്കുന്നത്? ഭൗതികമായ വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ആത്മീയമായ വിജ്ഞാനത്തിന് വളർച്ച ഉണ്ടായില്ലെങ്കിൽ ഇൽമ് സംരക്ഷിക്കപ്പെടുകയില്ല. ഞാനീ പറയണത് സുഹൃത്തുക്കളെ, ഹബീബിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഭൗതികമായ വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനത്തിന് വളർച്ച ഉണ്ടായില്ലെങ്കിൽ ഇൽമ് സംരക്ഷിക്കപ്പെടുകയില്ല. ഭൗതിക വിജ്ഞാനം കൂടി MBA കഴിഞ്ഞു, ആത്മീയ വിജ്ഞാനം 5ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ചോരുമ്പോൾ തൂങ്ങാണ്. ഇപ്പോഴും വെള്ളിയാഴ്ചത്തെ പള്ളിക്കത്തെ ഒരു വയലും കൂടിയും കേൾക്കൂല, ഇൽമ് സംരക്ഷിക്കപ്പെടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് പഠിക്കാൻ വഴിയില്ലെന്ന് പറയാൻ പറ്റൂല. മൊബൈലില്ലാത്തൊരു മനുഷ്യനും ഇല്ലല്ലോ. മൊബൈലുണ്ടല്ലോ വഴി, വേറെ ഒന്നും വേണ്ടല്ലോ. മൊബൈലില്ലാത്ത ആരുമില്ല. പഠിക്കണമെന്ന് വിചാരിച്ചാൽ വഴി മൊബൈലിലുണ്ട്. അതിനകത്തൊന്നും പഠിക്കാൻ മാത്രം ഇല്ല എന്ന് തോന്നിയതാണ് നമുക്ക്. ഭൗതിക വിജ്ഞാനം എത്ര പുരോഗമിച്ചാലും ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനം ഇങ്ങനെ പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇൽമ് സംരക്ഷിക്കപ്പെടാതെ പോകും. കാരണം വിവരം ഇല്ലാത്തവൻ്റെ സംശയവും വിവരം ഉള്ളവൻ്റെ സംശയവും ഒരുപോലെ ആയിരിക്കൂല, വ്യത്യാസം ഉണ്ടാവും. ഇന്നലെ മിഞ്ഞാന്ന് എന്നോട് വാട്സപ്പിൽ ഒരാൾ ചോദിച്ചു, സുർക്ക കൂട്ടിയാലേ മൂത്രക്കടച്ചിലുണ്ടാവും, പെണ്ണുങ്ങൾക്ക് അസ്ഥി ഉരുക്കം, വെള്ളപോക്ക് എന്ന് പറഞ്ഞാൽ വയറ് കാളിച്ചെന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവും സുർക്ക കൂട്ടിയാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ സുർക്ക നല്ല കൂട്ടാനാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പരസ്പര എതിരായില്ലേ എന്നാണ് ചോദ്യം. നല്ല ചോദ്യമാണ്. ആർക്കേ ഈ ചോദ്യം വരുള്ളൂ? സുർക്ക കൂട്ടിയാൽ പെണ്ണുങ്ങൾക്ക് വയറ് കാളിച്ചുണ്ടാവുമെന്ന് പഠിച്ചോനെ ഈ ചോദ്യം വരുള്ളൂ, അല്ലാത്തതിന് വരൂല. ഭൗതിക വിജ്ഞാനം കൂടുന്നതിനനുസരിച്ചുള്ള ചോദ്യവും ഭൗതിക വിജ്ഞാനം കുറയുന്നതിനനുസരിച്ചുള്ള ചോദ്യവും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഭൗതിക വിജ്ഞാനം കൂടുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനം കൂടണം. പറഞ്ഞതുകൊണ്ട് മറുപടി പറയാമെന്നുള്ളൂ. സുർക്ക കൂട്ടുന്നത് പഠിപ്പിക്കൽ ഇപ്പോഴത്തെ ഉദ്ദേശമല്ല. എന്നാലൊരു ഇഷ്കാലം ഉണ്ടാക്കിയിട്ടാൽ പിന്നെ മറുപടി പറയണമല്ലോ, അതുകൊണ്ട് പറയാമെന്നേ ഉള്ളൂ. ഇവിടുത്തെ ഉദ്ദേശം അതല്ല. ഉദ്ദേശം ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ആത്മീയത വളരണം. ചെറുങ്ങനെ മതി, വലിയ വലുപ്പമൊന്നും വേണമെന്നില്ല, ചെറുങ്ങനെ മതി. ഇന്നത്തെ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇൻ്റെ ഉസ്താദ് എന്ന കാഴ്ചപ്പാടില്ല.
ഇൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് ആളില്ല. അത് വലിയ പ്രശ്നമാണല്ലോ. ഒരു ഇൻ്റെ ഉസ്താദ് പഴയ ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പം എനിക്ക് നല്ല പ്രായം ചെന്ന് മരണപ്പെട്ട ഒരു കുഞ്ഞാലനാജി എന്ന് പറഞ്ഞ ഒരാളെ പരിചയമുണ്ട്. മൂപ്പര് മരിക്കണത് വരെ മൂപ്പര ഉസ്താദിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. കുന്നത്തള്ളിയിലെ മഹമൂലിയർ പറഞ്ഞ ആളാണ് മൂപ്പര ഉസ്താദ്. എന്ത് വിഷയം പറഞ്ഞാലും പറയും കുന്നത്തള്ളിയിലെ മഹമൂലിയർ ഇങ്ങനെയല്ല പറഞ്ഞത് അറിയും. അതാണ് എൻ്റെ ഉസ്താദ് എന്ന ബോധം പുതിയ തലമുറക്കില്ല. എന്നാൽ എല്ലാവരും ഉസ്താദ്മാരല്ലേ? ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 8ാം ക്ലാസ്സിൽ ആരെയാണ് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ കണ്ണടച്ച ആൾ അറിയും എന്നെ. ഇൻ്റെ ഉസ്താദില്ല, ഇൻ്റെ ഉസ്താദ് എന്നിട്ട് ഒരാളില്ലാതായി. അത് വലിയൊരു വിഷയം തന്നെയാണ്. അതുണ്ടാവണം. പഴയ തലമുറക്കുണ്ട്. ഏത് കന്നൂട്ടുകാരനാണെങ്കിലും ഒരു ഫത്വൽ മൊയ്ൻ 10 പേജ് ഓതാത്ത ആരും പഴയ തലമുറയിലില്ല. ഓൽക്കൊരു ഇൻ്റെ ഉസ്താദും ഉണ്ടാവും. ഏത് തെങ്ങമ്മക്കാരൻ ആളാണെങ്കിലും റിയാദുസ്സാലിയിൽ കുറച്ച് ഹദീസ് ഓതാത്ത ആരും ഉണ്ടാവില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 2 സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒരു 5ലെ സർട്ടിഫിക്കറ്റും ഒരു 7ലെ സർട്ടിഫിക്കറ്റും. മയ്യത്ത് നിസ്കാരത്തിന് 4ാമത്തെ തക്ബീർ ഉണ്ട്. ഞാൻ എന്താണെന്ന് ഓർമ്മയില്ല എന്ന് മാത്രം. പഴയ തലമുറക്ക് ആ പ്രശ്നമില്ല. എന്താ കാരണം? ഇൻ്റെ ഉസ്താദ് ഉണ്ട്, തെറ്റിയെ പോയി ചോദിക്കാൻ പറ്റും. യാസീൻ ഓതുമ്പോൾ കാണാം പൊട്ടി തിരിച്ചമാതിരി തുടങ്ങിയോട് തന്നെ ഇൻ്റെ ഉസ്താദ് ഉണ്ടെങ്കിൽ ചെവിക്കിന് പിടിച്ച് തിരുമ്പും. അതില്ല, അതന്നെ പ്രശ്നം. യാസീൻ ഓതാൻ കഴിയൂല. മൊബൈലില്ലെങ്കിൽ കാണായിരുന്നു യാസീൻ. തീർന്നിട്ടില്ല. അതന്നെ യാസീനോട് തീരണ്ടേ. കുറച്ചെണ്ണം കഴിഞ്ഞാൽ കാണാൻ ആയത്തുൽ അറുദുൽ മൈത്തത്തു കണ്ടെന്നെ. പിന്നെ ദേശമൊക്കെ ഒന്നാണ്ട് ജീവൻ വെച്ച് ഇങ്ങനെ പോകുമ്പോൾ കാണാൻ ആയത്തുൽ അറുദുൽ മൈത്തത്തു ഇങ്ങോട്ടന്നെ. ഇൻ്റെ ഉസ്താദ് ഉണ്ടെങ്കിലോ ചെവിയുടെ കുന്നിക്കിന് പിടിക്കും. അതന്നെ, ആ സാധനമില്ല. അപ്പം അതുകൊണ്ട് ഭൗതിക വിജ്ഞാനം എത്ര വളർന്നാലും ഒരു കുഴപ്പമില്ല, വളരെ നല്ലതാണ്. ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ചുള്ള സംശയങ്ങൾ വ്യത്യാസം ഉണ്ടാവും. ആ സംശയങ്ങൾ അപ്പോൾ തീർക്കാൻ പറ്റിയ ആളുണ്ടായിരിക്കണം. അതാണ് ഇൽമിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞത്. പറഞ്ഞതിൻ്റെ മറുപടി പറയാം. പറഞ്ഞതിൻ്റെ മറുപടി പറഞ്ഞാൽ പിന്നെ ആദ്യം നമ്മൾ എന്തുവാണെന്ന് വെച്ചാൽ ഏത് ഹദീസിൽ സംശയം ഉണ്ടായാലും, ഇതൊരു പൊതുവായ തത്വമാണ്. ഏത് ഹദീസിൽ സംശയം ഉണ്ടായാലും മറ്റെവിടേക്കും പോകുന്നതിന് മുമ്പ് ആ ഹദീസ് ഏതാണെന്ന് തന്നെ പരിശോധിക്കണം. ഫസ്റ്റ് അതാ വേണ്ടത്. എന്നിട്ടാണ് തത്തുല്യമായ ഹദീസുകളും അതിനെക്കുറിച്ച് അയിമ്മത്തുകൾ പറഞ്ഞ അഭിപ്രായങ്ങളും അങ്ങനെ പോകേണ്ടത്. ഈ ഹദീസ് ഏതാണെന്ന് ആദ്യം പരിശോധിക്കുക. ഇതെന്താ സംഭവിച്ചാൽ വളരെ സ്വഹീഹ ഹദീസാണ്. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്നു. ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭാര്യയോട് ചോദിച്ചു, ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. അതിൽ ഭാര്യ പറഞ്ഞു, നബിയെ ഇവിടെ കഴിക്കാൻ പറ്റിയ ഒന്നുമില്ല പറഞ്ഞു. ഒന്നുമില്ലേന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഉണങ്ങിയ റൊട്ടി ഉണ്ട് പറഞ്ഞു. ഇന്നലത്തെ ഉണക്കി സൂക്ഷിക്കും. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണതിന് പകരം ഉണക്കി സൂക്ഷിക്കും. ഉണങ്ങിയ റൊട്ടി ഉണ്ട് പറഞ്ഞു. ഉണങ്ങിയ റൊട്ടി നല്ല പിന്നെ തിന്നാൻ പറ്റിയ സാധനമല്ല, കൊണ്ടുവരാറുണ്ട്. ഇതിക്ക് കൂട്ടാൻ തരുണ്ടോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നബിയെ കൂട്ടാനൊന്നുമില്ല. ഒന്നുമില്ലേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സുർക്കുണ്ട് പറഞ്ഞു. അതിൽ പറഞ്ഞു, നിഅമൽ ഉദുമു അൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാണല്ലോ കൊണ്ടുവരിക പറഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? വേറൊന്നുമില്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ സംഗതി അത്രയേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എത്രയാണ്? വേറെ ഒന്നുമില്ലെങ്കിൽ സുർക്ക. അപ്പോൾ പെരയിൽ എപ്പോഴും സുർക്ക കുറച്ചുണ്ടായാൽ നല്ലതാണ്. വേറെ കൂട്ടാനൊന്നുമില്ലെങ്കിൽ അച്ചാറ് തൊട്ടുകൂട്ടാൻ പറ്റും എന്നല്ലേ അതിന് കിട്ടണുള്ളൂ. ഇതാർക്കേ മനസ്സിലാവുള്ളൂ? സുർക്കൊണ്ട് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായ ആൾക്ക്. ഭൗതിക വിജ്ഞാനം വളരുമ്പോൾ സംശയങ്ങൾ കൂടും. അതുകൊണ്ട് ആത്മീയ വിജ്ഞാനത്തിൻ്റെ ടച്ച് വിടാൻ പാടില്ല. നമ്മളിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത് മദ്രസയിലാണല്ലോ. ഇവിടുത്തെ 1ാം ക്ലാസ്സിൽ എൻ്റെ ഒരു ധാരണ അനുസരിച്ചൊരു 40 കുട്ടികൾ എന്തായാലും ഉണ്ടായിരിക്കും. ഇവിടെ 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ മിക്കവാറും +2 ഉണ്ടെങ്കിൽ എന്തായാലും 4 കുട്ടികളാണ് +2ൽ ഉണ്ടാകുക. എൻ്റെ ഒരു ധാരണ പറയട്ടെ, ഞാൻ ചോദിച്ചിട്ടില്ല, അങ്ങനെയാണ് സ്വതവേ ഉണ്ടാകുക. കേരളത്തിൽ ശിശുമരണം വളരെ കുറവാണ്. ഇന്ത്യയിൽ തന്നെ ഇല്ല, പഴയ കാലത്ത് ഉണ്ടായിരുന്നു ഇത്രയും, ഇപ്പം ഇല്ല. കേരളത്തിൽ കുട്ടികളുടെ മരണം വളരെയധികം കുറവാണ്. മരിച്ചു പോയതല്ല, പിന്നെന്തെന്നെയാണ്? വേണ്ടാന്ന് വെച്ചാൽ തന്നെയാണ്. 5ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ കുറേ ആൾക്കാർ വേണ്ടാന്ന് വെച്ചു. 7ലെ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ ഇനി ഏതായാലും വേണ്ട വെച്ചു. 10ലെ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ അപ്പോൾ വലിയ കുട്ടിയായി, ഇനി എന്തായാലും വേണ്ടാന്ന് തീരുമാനിച്ചു. വലിയ കുട്ടിയാവുമ്പോഴാണ് സംശയം കൂടുക. അപ്പത്തിന് നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്.